ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബോഗെയിൻ വില്ലാസ് തന്നെയാണ് താരം. കാരണം ഇനി ഈ സീസൺ കഴിയണ വരെ ബോഗെയിൻ വില്ല കൊണ്ട് ഞാൻ നിങ്ങളെ എന്താ പറയുക ബോറടിപ്പിക്കും. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചാണ് ഈ ഒരു 2-3 വർഷം കൊണ്ട് എൻ്റെ ബോഗെയിൻ വില്ലാസൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് പൂവിട്ട് തുടങ്ങിയത്. ഇപ്പോൾ കണ്ടില്ലേ നമ്മളുടെ ചില്ലി റെഡ്, ഞാൻ ഷോർട്സൊക്കെ ഇടുന്നുണ്ട്. എന്താ പറയുക നിറയെ പൂക്കളുള്ള നമ്മളെ ചില്ലി റെഡാണ് താരം. അതുപോലെ തന്നെ ചില്ലി യെല്ലോ നന്നായി പൂത്തുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ അവൻ്റെ അടുത്തേക്ക് ടെഡിയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലണം, ഇല്ലെങ്കിൽ ആൾ ആകെ പ്രശ്നമാണ്. ഒരു 3-4 ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പോൾ നമുക്കറിയാം, ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ മതി, പിന്നെ ആൾ അവിടെ അനങ്ങാണ്ട് കിടന്നോളും. ആളൊന്ന് എന്താ പറയുക കൺസിഡർ ചെയ്യേണ്ടെന്ന് മനസ്സിലാവണം, അതാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ ബോഗെയിൻ വില്ലാസ് എന്ന് പറയുമ്പോൾ ഈ സ്ട്രെച്ചറിൻ്റെ അടിയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് 2 ലൈനായിട്ടാണ്, 2 റോസായിട്ടാണ്. അപ്പോൾ ഈ ബാക്കിലത്തെ റോ എന്ന് പറയണത് വളരെ ശോകമാണ്. അതായത് അവർക്ക് ഇലകൾ മാത്രമേ ഉള്ളൂ. പൂക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില്ലി ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കാണിച്ചത്. അതുമ്മ ഒരു പൂ പോലും ഇല്ല. അതായത് ഇതിൻ്റെ പൂവാണിത് എന്ന് കാണിക്കാൻ തരത്തില്ല, അത്ര കണ്ട ഈ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെയാണ് അവസ്ഥ. അതിൽ കുറച്ച് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ കുറച്ച് കുറവാണ്. ഈ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം വെയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിലിരിക്കുന്നവർക്ക് കുറച്ച് വെയിൽ കുറവുണ്ട്, അതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ ഇവർക്ക് കൊടുക്കണം സെയിം വളവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ നമ്മളെ എന്താ പറയുക അവരെന്നെ അനുസരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഈ ചെടി നിറയെ ഇലകളാണ് ബാക്കിലിരിക്കുന്നവർക്ക് മൊത്തം ആ ഒരു ചെടിയുമേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഫൈനൽ നമ്മൾ പറയില്ലേ 18ാമത്തെ അടവ് എന്ന് പറയണ പോലെ ആ 18ാമത്തെ അടവ് ചെയ്യാൻ വിചാരിച്ചു. ഈ സമയത്ത് പ്രൂണിങ് ചെയ്യണ സമയമേ അല്ല. പക്ഷെ ഞാൻ എല്ലാതും സമയം മാറിയിട്ടല്ലേ, പ്രകൃതി മൊത്തം നമ്മളെ എന്താ പറയുക സമയം മാറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമായി. കാരണം ഈ സമയത്തൊക്കെ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ കിട്ടണം, ചൂടൊക്കെ ഉള്ള സമയമാണ്. മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യില്ല, മഴ പെയ്യാണ്ടാത്ത സമയത്താണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ അതേ ആദ്യം മഴ തുടങ്ങി. എൻ്റെ അതായത് നമ്മൾ ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ട് നല്ല ഉഷാറായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചും കൂടെ പുറത്തേക്ക് വെച്ചു, അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. അപ്പോൾ വീണ്ടും എൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ എന്താ പറയുക തൂങ്ങി പോലെ. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം പുറകിലേക്ക് എടുത്ത് വെച്ചു. ഇത് നമ്മൾ തംബ്നെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ട്. താഴെ ഓടി നടക്കാൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒന്ന് എടുത്തതാണ്. പക്ഷേ അവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ് രണ്ടുപേരും. ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. കൂക്കി പിന്നെ എപ്പോൾ നമ്മൾ എടുത്താലും അവൾ ഓക്കെയാണ്. ചക്കി അങ്ങനെയല്ല, പൂച്ചകൾ അങ്ങനെയല്ല, ചില സമയമുണ്ട് അവർക്ക്. അപ്പോൾ അവർ ഓക്കെയാണ്. പക്ഷെ ഇപ്പം എന്തോ നല്ല മൂഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് തന്നു എനിക്ക് എന്താ പറയുക തംബ്നെയിലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ക്യാമറ എഡിറ്റിംഗ് സ്ക്രിപ്റ്റ് എല്ലാം നമ്മൾ തന്നെ ആയതുകൊണ്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് എടുത്തു. ഇനി നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. വീഡിയോ എന്ന് പറയുമ്പോൾ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചെറിയ നമ്മളുടെ കട്ടറുണ്ടല്ലോ അത് എടുത്തില്ല. കാരണം ഇതിൻ്റെയൊക്കെ തണ്ടുകൾ കണ്ടില്ലേ നല്ല എന്താ പറയുക നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മറ്റേ കട്ടർ കൊണ്ട് മുറിച്ചിട്ട് എനിക്ക് മുറിയില്ല. പിന്നെ അത് മാത്രമല്ല മറ്റേ കട്ടർ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പ്രിങ് ഉണ്ടല്ലോ അത് കുറച്ച് വലിയ ഇതിൽ ഇങ്ങനെ നന്നായി തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പ്രിങ് തെറിച്ചു പോകും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇറിറ്റേഷനായി. 2-3 പ്രാവശ്യം ഞാനത് സ്പ്രിങ് തപ്പി നടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് വന്നു. പക്ഷേ ഇത് നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ ചിലതൊന്നും കട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ആ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെയൊന്നും ഇത്ര വലുതാക്കാൻ വിടേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായി? ഞാൻ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇത്രയും വലുതാക്കാൻ ഇത്രയും നീളത്തിൽ പോവാനായിട്ട് അനുവദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ കുറച്ച് നമ്മൾക്കറിയാം ഈ ബോഗൻവില്ല തണ്ട് ഇങ്ങനെ പോകണ കണ്ടാൽ അറിയാം ഇത് കുറച്ചങ്ങോട്ട് പോകാൻ ചാൻസ് ഉള്ള കൊമ്പുകളാണ്. നമ്മൾ കുറേ നാളായില്ല ഇപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കും. അപ്പോൾ അപ്പം തന്നെ അതിനെ കട്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ എന്താ പറയുക നമ്മളെന്നല്ല, എനിക്ക് നമ്മളെന്ന് പറയാൻ അറിയില്ല. നമ്മൾ ലൈഫിലും നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ. വീണ്ടും ഞാൻ നമ്മളെന്നാണ് പറയണത്. കാരണം നമ്മളെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സർക്കിളിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരേ എന്താ പറയുക കാറ്റഗറി സ്വഭാവങ്ങളുള്ളവരാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ അവർക്കും ഇതെന്നല്ല ഒരുവിധ എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും ഒരു 95% നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും സിമിലറായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മളെന്ന് പറയുന്നത് എപ്പോഴും വരുന്നത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈഫിലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പറയുകയാണെങ്കിൽ
ഇവിടെ എല്ലാവർക്കും പനി വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ചുമ, കഫക്കെട്ട്, ആകെ തലവേദന, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കേട്ടോ എല്ലാവർക്കും. സത്യത്തിൽ ഇത് എങ്ങനെയാണ് സംഭവം? ആദ്യത്തെ ദിവസം ഒരാൾ അമ്മോ മാളും ആരാന്നറിയില്ല, ഈ ചുമയും കുറച്ച് കിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അതങ്ങനെ ഓക്കെ മാറും അങ്ങനെ 2 ദിവസം കഴിഞ്ഞു, അത് വെച്ചു 3 ദിവസം 4 ദിവസം അങ്ങനെ മറ്റാൾക്ക് വന്നു. അങ്ങനെ എന്താ പറയുക, അത് പ്രോപ്പറായിട്ട് നമ്മൾ പറയില്ലേ മുളയിലേന്നുള്ള ആ പരിപാടി നമ്മൾ ചെയ്യില്ല. ഞാൻ ചെയ്യില്ല. അതിങ്ങനെ എന്താ പറയുക, അതിങ്ങനെ പോട്ടെ ഇങ്ങനെ സാ മട്ടിൽ നമ്മളിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു 4ാമത്തെ ദിവസമൊക്കെ ആയി, കുറച്ച് വലിയ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഗാർഗിളയിലായി, ഉപ്പുവെള്ളം ഇടലായി, ഉപ്പിൽ മഞ്ഞപ്പൊടി ഇടലായി, ആവി പിടിക്കണു, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോഴേക്കും അത് അതിൻ്റെ ലിമിറ്റ് വിട്ട് പോയി കഴിഞ്ഞു എന്നല്ല, പോയി. അങ്ങനെ ഇവിടെ എല്ലാവരും ഡോക്ടറെ കാണിച്ച് ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ലൈഫിലാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഈ ചെടികളുടെ കാര്യത്തിലായാലും ഞാൻ അങ്ങനെയാണ്. എന്താ പറയുക, അത് ചിലപ്പോൾ മനുഷ്യ സഹജമായി മടിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. മടിയാണോ, അതായത് അതിനെ കെയർ ചെയ്യാൻ അതത്ര വലിയ സംഭവമല്ലല്ലോ. അപ്പോൾ അത് പിന്നെയും സമയമുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും അപ്പോൾ അതാണ് നമ്മളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ടെഡിയുടെ കൂടിൻ്റെ മുകളിൽ വലിഞ്ഞു കയറിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ബോഗൻ വിലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആകെ കാട് പിടിച്ച് ആകെ ഇതായി. പിന്നെ അതിനെ ഇങ്ങോട്ട് ഇറക്കേണ്ട വന്നു, അങ്ങോട്ട് കയറ്റ അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം ഇതിൻ്റെ മുകളിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇത് ലാഡർമലൊക്കെ കയറണം. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും നിറയെ പുല്ലൊക്കെ വരുമല്ലോ, മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തതാ, ഇനി വെക്കില്ല എന്ന് വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയത്. പിന്നെ ഇപ്രാവശ്യം വീണ്ടും ഞാനത് തന്നെയാണ് ചെയ്യണത്. കാരണം എനിക്ക് കുറേ സ്ഥലത്ത് ബോഗൻ വിലാസ് ഈ ഷെയ്ഡിലൊക്കെ ഇരിക്കണത് വെക്കാൻ സ്ഥലമില്ല, വെയിലുള്ള സ്ഥലം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയാണെങ്കിൽ ഒരു 4-5 എണ്ണെങ്കിലും അറ്റ്ലീസ്റ്റ്. ഈ ഓൺലൈനിൽ വാങ്ങിച്ച ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, അതിൻ്റെയൊക്കെ കളർ പോലും അറിയില്ല. അതിനൊക്കെ കളർ കോഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചത്. പക്ഷെ അവർ പൂട്ടാലല്ലേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ അതിനെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് നോക്കുമ്പോഴാണെന്ന് വെച്ചാൽ ഓക്കെ ടെഡിയുടെ കൂടിൻ്റെ മുകളിൽ തന്നെ വെക്കാം. അവിടെ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ, ആ റംബൂട്ടാൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊന്നും ഇല്ല, അത് കുറച്ചുകൂടെ ബാക്കിലേക്കാം. അപ്പോൾ അത് വെക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ അത് ഒരു 4-5 എണ്ണം ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ചട്ടിയിൽ, ബ്ലാക്ക് ചട്ടിയാണ്. അപ്പോൾ അതിൽ തന്നെ വെച്ചു, കുഴപ്പമില്ല, പൂക്കളൊന്നുമില്ല. ഇനി അവിടെ ഇരുന്ന് വെയിൽ കൊണ്ട് പൂക്കൾ ഉണ്ടായിട്ട് വേണം. ആ ഒരു കോർണറിൽ ഫസ്റ്റ് വെച്ചിരിക്കുന്ന ഒരു ചട്ടിയുണ്ട് ഇങ്ങനെ ബുഷിയായിട്ട്, അത് 2-3 വർഷമായ ചട്ടി കേട്ടോ. അതിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവാറുള്ളതാണ്. ഇപ്രാവശ്യം ഒന്നും ഉണ്ടായിട്ടില്ല. സെയിം നമ്മൾ ആ മെഡിസിനും ആ ഗുളികയൊക്കെ ഉണ്ടല്ലോ, ടാബ്ലറ്റൊക്കെ ഇട്ട് കൊടുത്തതാണ്, എല്ലുപൊടി എല്ലാം ഇട്ട് കൊടുത്താണ്. ഒരു രക്ഷയില്ല, ഒരു എനക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, വെയിലുണ്ടായിരുന്നില്ല അതിന്. അപ്പോൾ ഇനി വേണം ആള് സൂപ്പറാവാൻ. പിന്നെ ഈ നേരമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരമായിട്ടും എൻ്റെ ഒരു കാര്യം നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒരു 5 മണി തൊട്ട് ഞാൻ തുടങ്ങിയ പണിയാണ്. പക്ഷെ നേരെ ചൊവ്വ ഒരു കാര്യം നടന്നില്ല. കാരണം എനിക്ക് ഭയങ്കര ഏത് ചെടി വെക്കണം, ഒരെണ്ണം അവിടെ കൊണ്ടുവയ്ക്കും, പിന്നെ താഴെ ഇറങ്ങും, പിന്നെ അത് അവിടെ കൊണ്ടുവയ്ക്കും, ഇത് വെച്ചാൽ കുറച്ച് അകലം നോക്കും, ഇത് ഭംഗി ഉണ്ടാവും, ഇത് പൂട്ടാൽ എങ്ങനെ ഇരിക്കും. കാരണം കുറേ വൈറ്റുകൾ വെച്ചിട്ട് കാര്യമില്ല, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. കാരണം അവിടെ ഫുൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വൈറ്റാണ്. അപ്പോൾ കുറച്ച് പിങ്കും വൈറ്റും മിക്സ് ചെയ്ത് വെക്കണം. പക്ഷെ പിങ്ക് കുറവാണ്, വൈറ്റാണ് കൂടുതൽ. അങ്ങനെയൊക്കെ ആകെ കൺഫ്യൂഷനായിട്ട് കുറേ സമയം ലേറ്റായി. പക്ഷേ ഇതൊരു 6 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ ഇരുട്ടായ പോലെയായി. അപ്പോൾ പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തൊരു ചെടി ഉണ്ടായിരുന്നു, അതും ഈ പറഞ്ഞ മാതിരി നല്ല ബുഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അതിപ്പോൾ ഒന്ന് പൂട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാൻ അതും ഒരിത്തിരി തണലത്തായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും നമ്മൾ എന്താ പറയുക പ്രയത്നിച്ചിട്ട് അതിൻ്റെ പൂക്കൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ കാണണമല്ലോ. നമ്മൾ ഡോറ് തുറന്ന് വരുമ്പോൾ നമുക്ക് നല്ല പൂക്കളും കാണണം. അല്ലാണ്ട് വരുന്ന ആൾക്കാർ മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ അത് വിചാരിച്ചു. പിന്നെ എന്തായിരുന്നു പറയാൻ മറന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ക്രിസ്മസിൻ്റെ ഒരു മറ്റേ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ സാധാരണ ഇങ്ങനെ ലൈറ്റ് ഇടാറില്ല. പക്ഷേ ഈ സ്ട്രെച്ചർ വന്ന കാരണം അപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. ആ ഒരു വൈബ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ആമസോണിൽ സെർച്ച് ചെയ്തു. അപ്പോൾ അവിടെ ചെറിയ പീസുകൾ ചെറിയതാണ് നമുക്ക് കിട്ടുന്നത്, 1 മീറ്റർ 2 മീറ്ററൊക്കെ. അപ്പോൾ നമുക്കിത് 15 മീറ്റർ വേണം. അപ്പോൾ പിന്നെ ചേട്ടായി ആൾ തൃശ്ശൂർ പോയി ഏതൊരു കടയുണ്ട് എനിക്കറിയില്ല, അവർ ഇങ്ങനെ എന്താ പറയുക സോൾഡർ ചെയ്ത് വാങ്ങിക്കുക, അങ്ങനെ തന്നെ ജോയിൻ ചെയ്ത് വാങ്ങിക്കണം ഒരു കട. അവിടെ പോയി ആൾ സെറ്റാക്കി കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെ ഇടാറില്ല, സ്റ്റാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന്
എന്താ പറയുക കൂടുതൽ വൈബ് ആവട്ടെ എന്ന് വെച്ചിട്ട് എല്ലാവരും ഇട്ടു കേട്ടോ. ഞങ്ങൾ നമ്മുടെ ഏരിയയിൽ എല്ലാവരും സ്റ്റാറൊക്കെ ഇട്ടു. അങ്ങനെ പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ഇത് ചെയ്തിട്ടൊരു എന്താ പറയുക നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയില്ല, സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് നോക്കിയപ്പോൾ ഒരു ഭംഗി വന്നില്ല. ഇന്നലെ ചെയ്ത പണി എല്ലാതും വെറുതെ ആയിപ്പോയി എന്നുള്ള രീതിയിലായി. അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡ് അമ്മമാളിനെ കൊണ്ടുവന്നാക്കിയിട്ട് കുക്കിനെയും കൊണ്ട് ഇങ്ങോട്ട് വരും. എല്ലാ ദിവസവും രാവിലെ അങ്ങനെയാണ്, അമ്മമാളിനെ കുക്കിനെയും കൊണ്ട് പോവും. അവിടെ ബസ് വരും കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ വരുമ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, ഇതൊന്ന് സഹായിക്കാൻ ചെയ്തു തരാൻ. അങ്ങനെയാണ് ഞാൻ, എനിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആ നിപ്പ് കണ്ട ആൾക്കറിയാം ഞാൻ എന്തോ സഹായം ചോദിക്കാനാണ്. അതും ഈ വക സഹായങ്ങളാവുന്ന ആൾക്കറിയാം. അപ്പോൾ അത് എനിക്ക് എടുത്തുകൊണ്ട് വന്നു. ഞാനതൊക്കെ സെറ്റാക്കി. 3 എണ്ണം നല്ല എന്താ പറയുക നല്ല കളർഫുള്ളായിട്ടുള്ള ചട്ടികൾ. സത്യത്തിൽ അപ്പോഴാണ് ശരിക്കും ഭംഗിയത്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് ഇന്നലെ എനിക്ക് ബുദ്ധി തോന്നാഞ്ഞെന്ന്. കാരണം ആ ഒരു ഇത് നമ്മളെ ബൊഗൈൻവില്ല സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതും ഇരുന്നിരുന്നതാണ്. അവിടെ 6 ചെടിച്ചട്ടികളാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ കാണിക്കാം പിന്നെ. പക്ഷെ 6 ചെടിച്ചട്ടി ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും വെയിലുള്ള സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ അത് അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുറച്ച് അവിടുത്തെ ഒരു കൺജഷൻ മാറുകയും ചെയ്തു. അവിടെ അത്യാവശ്യം അവർക്കും ബാക്കിയുള്ള 3 പേർക്ക് നല്ല സ്പേസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ കുറച്ച് വൈറ്റ് കളർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് എൻ്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോഴും ഇങ്ങനെ വരും, നോക്കി നിൽക്കും. അപ്പോൾ എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.